ഇന്നുച്ചയ്ക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി. അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടലാണ് നമ്മൾ എല്ലാവരും തന്നെ. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ഇന്നും ഇന്നലെയുമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ ഇന്ന് കൃത്യവും വ്യക്തവുമായ നിരവധി തെളിവുകൾ ജനങ്ങൾക്ക് മുന്നിലെത്തി. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും കർണാടകയിലെയും വ്യാജ വോട്ടർമാരുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയിൽ ബിജെപി ചെയ്തത് എണ്ണി പറയുന്നു രാഹുൽ. ഒറ്റമുറി വീട്ടിൽ തന്നെ 80 വോട്ടുകൾ. കന്നി വോട്ടർമാരായി 70 വയസ്സ് പിന്നിട്ടവരും. ജനാധിപത്യത്തെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി ഇന്ന് വിവരിച്ച കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു എന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാർ അല്ലെങ്കിൽ കള്ളവോട്ടുകൾ തെരഞ്ഞെടുപ്പുകളിൽ നടന്നു എന്നാണ് അദ്ദേഹം തെളിവ് സഹിതം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഏത് രീതിയിലാണ്? കൃത്യമായും 5 രീതിയിൽ വോട്ട് മോഷണം നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഇരട്ട വോട്ടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഓരോ ആളുകളുടെ വിവരങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഈ ആൾക്ക് 3ഉം 4ഉം ഇടങ്ങളിലാണ് വോട്ട്. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ആളുകൾ വരെ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലായി വോട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റായ മേൽവിലാസത്തിലുള്ള വോട്ടർമാർ. ഇന്ന് രാഹുൽ ഗാന്ധി പങ്കുവച്ച ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പലരുടെയും മേൽവിലാസം എന്ന് പറയുന്നത് അത് വിവരിക്കാൻ പോലും പറ്റില്ല. കാരണം പലരുടെയും വീട്ട് നമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 0 എന്ന് മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരാളുടെ മാത്രം കാര്യമല്ല, അനവധി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകളിൽ ആളുകളുടെ മേൽവിലാസം ഇത്തരത്തിൽ വീട് നമ്പർ ഉൾപ്പെടെ 0 എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഒറ്റമുറി വീട്ടിൽ 86 വോട്ടർമാർ. അതായത് ഒരു സിംഗിൾ ബെഡ്റൂം ഹൗസിൽ, ഒരു സിംഗിൾ ബെഡ്റൂം വീട്ടിലുള്ളത് 86 വോട്ടർമാരാണ്. ഇത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഞങ്ങളുടെ ആളുകൾ അവിടെ പോയി അന്വേഷിച്ചു. ആ ഒരു 86 ആളുകളെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ വിവിധ മേൽവിലാസങ്ങളിലുള്ള ആളുകളാണ്, വിവിധ സർനെയിമുകളുള്ള ആളുകളാണ്. ഇവരെല്ലാം എങ്ങനെ ഒരു ഒറ്റമുറി വീട്ടിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ആ ഒരു വീട്ടിലില്ല എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, 70 വയസ്സുള്ള കന്നി വോട്ടർമാർ. ഇത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കന്നി വോട്ടർമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 70ഉം 80ഉം 90ഉം വയസ്സുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ കന്നി വോട്ടർമാർ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ, അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. തെളിവുകൾ ഉൾപ്പെടെ അത് കാണിക്കുകയുമുണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നമുക്കറിയാം, ഒരു വോട്ടർ ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് നമ്മുടെ പേരുണ്ടാകും, നമ്മുടെ വീട്ടു നമ്പർ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഗാർഡിയനായിട്ടുള്ള നമ്മുടെ ഭർത്താവിന്റെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര്, അങ്ങനെയുള്ള ഗാർഡിയനായിട്ടുള്ള പേരുകൾ ഉണ്ടാകും. ഒപ്പം നമ്മുടെ ഒരു ഫോട്ടോയും ഉണ്ടാകും. ഇദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യവുമില്ല. അതായത് ഒരു ഫോട്ടോ പോലും മര്യാദക്കില്ലാത്ത ആളുകളുടെ ലിസ്റ്റുകൾ നിരവധിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഗാർഡിയന്റെ പേരിന് പകരം ഇംഗ്ലീഷിലെ പല അക്ഷരങ്ങൾ. അതും അദ്ദേഹം ഇന്നിപ്പോൾ പുറത്തുവിട്ട ആ ഒരു ലിസ്റ്റിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ കമ്പ്യൂട്ടറിലും മറ്റും പുതിയ ഫോൾഡറുകൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പേര് കൊടുക്കാനില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു പോകുന്നവരാണ് നമ്മളിൽ പലരും. അതുപോലെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകളുടെ ഗാർഡിയന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത്, ഭർത്താവിന്റെ സ്ഥാനത്ത്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള പേരുകൾ നോക്കുകയാണെങ്കിൽ ABCDEFG അല്ലെങ്കിൽ HIJKLMNP ഇങ്ങനെയൊക്കെ ഉള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളാണ് അതിൻ്റെയൊക്കെ ഭാഗത്തുള്ളത്. എന്തായാലും ക്രമക്കേട് നടത്താൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അവിടെ പോലും മടി കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അത് വ്യക്തമാക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് പ്രധാനമായും മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക എന്നിവിടങ്ങളിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനം, ഇവിടെ ഇപ്പോൾ അദ്ദേഹം 6 മാസം കൊണ്ട് ശേഖരിച്ച ഒരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിലെ കാര്യമാണ്. അവിടെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇരട്ട വോട്ടുകൾ 11,965 ആളുകളുടെ ഇരട്ട വോട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്.
അടുത്തത് തെറ്റായ വിലാസത്തിലെ വ്യാജ വോട്ടർമാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഒറ്റമുറി വീട്ടിൽ 86 പേർ വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്തരത്തിൽ 40,009 പേർ ഇങ്ങനെ തെറ്റായ വിലാസം നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ഒരു നടുക്കം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റമുറിയിൽ ചേർക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 10,452 പേരെ ഇത്തരത്തിൽ എവിടെയുമില്ലാത്ത രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിൽ ഒരു വോട്ടർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ പേരിന്റെ കൂടെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഫോട്ടോ ഇല്ലാത്ത അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ഫോട്ടോകളുള്ള 4,132 ആളുകളുടെ പേരുകൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, ഫോം ദുരുപയോഗം ചെയ്തത് പറയുന്നത് 33,692 ക്രമക്കേടുകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത ഫോമുകളുടെയും മറ്റും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇതിപ്പോൾ കർണാടകയിലെ മഹാദേവപുരം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ കാര്യം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര മണ്ഡലങ്ങൾ ഓരോ സംസ്ഥാനത്തും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളെല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും മഹാരാഷ്ട്രയിൽ അദ്ദേഹം പറയുന്നത് പോലെ 40 ലക്ഷത്തിന് മുകളിൽ വ്യാജ വോട്ടുകൾ നടന്നു അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കത് ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെയൊക്കെ നടക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നതാണ് BJPയുടെ ഈ ക്രമക്കേടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ഉൾപ്പെടെ കാര്യങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളതാണ്. രാഹുലിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകൂ എന്നുള്ളൊരു മറുപടിയായിരുന്നു അന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നും രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. 40 ലക്ഷം ദുരൂഹ വോട്ടർമാരെ ചേർത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ 40 ലക്ഷം എന്നുള്ളത് മഹാരാഷ്ട്രയിലെ കാര്യമാണ്. നമ്മൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അവിടെ 40 ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ അല്ലെങ്കിൽ ക്രമക്കേടുകൾ, കള്ളവോട്ടുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരെ ആരാണ് ചേർത്തത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, 5 മണി കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനം കൂടുന്നത് എന്തുകൊണ്ട്? നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. കാരണം രാവിലെ വോട്ടിംഗ് ആരംഭിക്കുന്നത് തൊട്ട് 5 മണി വരെ ഉള്ളതുപോലെയല്ല. 5 മണിക്ക് ശേഷം കുത്തൊഴുക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് വേണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ പേര് ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ വന്നതെങ്ങനെ? അതും അദ്ദേഹം ഇന്നിപ്പോൾ തെളിവ് സഹിതം ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന വ്യക്തിക്ക് ഈ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുണ്ട്, അവിടെയും ഇദ്ദേഹത്തിന്റെ പേരുണ്ട്, അവിടെയും ഇന്ന ബൂത്തുകളിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആര് എങ്ങനെയാണ് ഒരേ പേര് ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ വന്നത് എങ്ങനെയെന്നുള്ള കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബൂത്തുകളിൽ വോട്ട് എങ്ങനെ സാധ്യമാകും? തീർച്ചയായും ഇതൊക്കെ പരിശോധിക്കാൻ തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. നമുക്കറിയാം, താഴെ തട്ട് മുതൽ മുകളിലുള്ള തട്ട് വരെ കൃത്യമായ പരിശോധനകളിലൂടെയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്ഥലം മാറിപ്പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മരിച്ചു പോയവരുണ്ടാകാം, വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് പോയതിനു ശേഷം വോട്ട് അങ്ങോട്ട് മാറ്റുന്ന ആളുകളുണ്ടാകാം. ഇതൊക്കെ പരിശോധിച്ച് മാറ്റിയതിനു ശേഷമാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത്. തീർച്ചയായും 45 ദിവസത്തിനകം CCTV ദൃശ്യങ്ങൾ, ഈ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് തെളിവ് നശിപ്പിക്കലല്ലേ എന്നുകൂടിയുള്ള ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ഇത്രയധികം തെളിവുകൾ അദ്ദേഹം പുറത്തേക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും ഉത്തരം പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി ഞങ്ങൾക്ക് നൽകൂ എന്നുള്ളതല്ല നമുക്ക് വേണ്ട ഉത്തരം. ഇത് എങ്ങനെ സംഭവിച്ചു? ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാജ്യത്ത്, തെരഞ്ഞെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ ഇത്രയധികം ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരം പ്രതിപക്ഷ പാർട്ടികളെ പോലെ തന്നെ പൊതുജനങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. അത് നൽകേണ്ടത് കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവാദിത്വമാണ്. അതിൽ നിന്നൊരിക്കലും അവർക്ക് കൈകഴുകി പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.